യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ അജണ്ട. എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും ചില ഭാഗങ്ങളിൽ ബിജെപിക്ക് സീറ്റ് കൂടുതൽ കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സീറ്റുമായുള്ള ഒരു ഇല്ലില്ല, ജനങ്ങളുടെ വിധി എന്താണോ അതിനെ അംഗീകരിക്കും. അതാണ് കോൺഗ്രസിൻ്റെ നയം. ബി.ജെ.പിക്ക് അങ്ങനെ വലിയൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. UDF ആണ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ. തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയിലും പാലക്കാടും അതെങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്തും UDFൻ്റെ നില, കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും നില ഡബിളാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇരട്ടി കണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ CPMൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ്. അത് അവരും പരിശോധിക്കട്ടെ. എന്നാൽ ഞങ്ങൾ BJPയുടെ ചില മേഖലയിൽ അവരുടെ കൂടുതൽ സീറ്റ് നേടിയത് ഗൗരവത്തിൽ ചർച്ച ചെയ്യും കോൺഗ്രസ് പാർട്ടി. അത് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് ഇന്ന് ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഞാനും കാണുന്നത്. ഇന്ന് ചർച്ച ചെയ്യാം ആ വിഷയങ്ങൾ. ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ആ ചർച്ചകളുടെ പ്രാരംഭം എങ്ങനെ ചർച്ച തുടങ്ങണമെന്ന് ചർച്ച ചെയ്യാം. ചർച്ചയിലേക്കല്ല, ചർച്ച തുടങ്ങാനുള്ള ചർച്ചയാണ്. ജനകീയമായിട്ടുള്ള അടിത്തറ വർദ്ധിപ്പിക്കും, വികസിപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് സംശയത്തോടെ കണ്ടു. അത് വികസിപ്പിച്ചിരിക്കുന്നു. ഇനിയും അത് വികസിപ്പിക്കാം, കൂടുതൽ വികസിപ്പിക്കാം. അതൊന്നും ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അത് പാർട്ടിയോടെ തീരുമാനിക്കേണ്ടതാണ്. എറണാകുളം DCCയും ഇവിടുത്തെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും അതിനുള്ള ചുമതലയുണ്ട്. അവരത് സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് ഞാനും പേപ്പറിൽ നിന്നുണ്ട്. ഞാനൊരു പേരിലും ചർച്ച ചെയ്യും. ഞാൻ പങ്കാളിയല്ല. ഒന്നുമില്ല, ഒരാശങ്കയില്ല. വളരെ അന്ന് ആലോചിച്ചിട്ടില്ല. ഞാനതിൻ്റെ അകത്ത് എനിക്കറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ് അറ്റ് ഓൾ. പൂർണ്ണ നിയന്ത്രണം എറണാകുളം DCC ആ രീതിയിലാണോ? പൂർണ്ണ നിയന്ത്രണം എന്നല്ല. ഇവിടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, KPCC ഭാരവാഹികളുണ്ട്, DCC ഉണ്ട്. ആവശ്യമെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചർച്ച ചെയ്യുള്ളൂ. സഭകളൊക്കെ അവരുടെ താല്പര്യമൊക്കെ അറിയിച്ചതാണ്. അത് ഞാനറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ്. ശരി.